ഹലോ കൂട്ടുകാരെ, വി ആർ ഹാപ്പി ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ വോങ് വോയിസിലുള്ള ആദ്യത്തെ വീഡിയോയാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോ എഡിറ്റിംഗ് ഒന്നും വലിയ വശമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ക്ഷമിച്ചേക്കണേ. ഈ വീഡിയോ എത്ര പേര് കാണുമെന്നും എനിക്കറിയില്ല. ഇത് ഞങ്ങളുടെ പാലക്കാട്ടേക്കുള്ള ഒരു ട്രിപ്പാണ്, ഒരു 1 ഡേ ട്രിപ്പ്. പാലക്കാട് ഞങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടൊരു സ്ഥലമാണ്. അവധി ദിവസങ്ങളിൽ ഞാനും ബോയ്സിനും കൂടെ പാലക്കാട്ട് ഓരോരോ സ്ഥലങ്ങൾ കാണാൻ പോകാറുണ്ട്. ഇതങ്ങനെ ഒരു യാത്ര. ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ആശുവും അപ്പവും ഉണ്ട്. ഞങ്ങളുടെ ചേട്ടൻ്റെ രണ്ട് കുറുമ്പി കുട്ടികളുണ്ട്. ഇത് പാലക്കാട്ട് കറുപ്പസ്വാമിയുടെ ഒരു ടെമ്പിളാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്ഷേത്രം കാണുന്നത്. ക്ഷേത്രം എന്നാണോ ഇതിനെ പറയുക എന്നുകൂടി എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. 2 ആലിൻ്റെ ഇടയിൽ നല്ല ഭംഗിയായിട്ട് പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു എന്താ പറയുക, ഒരു ഷെയ്ഡ്. അവിടെയാണ് ആ അമ്പലം. പ്രത്യേകിച്ച് കല്ലും മണ്ണും കൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ. കുട്ടികൾക്കും അത് ആദ്യത്തെ അനുഭവമായിരുന്നു. അവരും ഇതുപോലെയുള്ള സ്ഥലത്ത് പോയിട്ടില്ല. അവിടെ ഒരു അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, കൂടുതൽ തമിഴരാണ് കേട്ടോ അവിടെ വരുന്നത്. ആ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ പരിപാടി എന്ന്. ആ അമ്മയ്ക്ക് ഞാൻ ചോദിച്ചതിൻ്റെ പ്രശ്നമാണോ എന്ന് പറഞ്ഞൂടാ. എനിക്ക് മറുപടി ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടോ ആ മരത്തിൻ്റെ ചോട്ടിലാണ് ആ അമ്പലം. പ്രകൃതി തന്നെ തീർത്ത ഒരു ഭംഗിയുള്ള കൂടാരം. ഒത്തിരി പേരവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അവിടെ മരത്തുമേലൊക്കെ നമ്മുടെ വീടിൻ്റെ രൂപങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. വീട് പണിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കും അവരുടെ, അറിയില്ല. അവിടെ ആൾക്കാർ പൂജ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മണിശബ്ദങ്ങൾ കേൾക്കാം. ഞാനതിൻ്റെ ഉള്ളിലോട്ട് കയറിയില്ല കേട്ടോ. അതിൻ്റെ ആചാരങ്ങളും കാര്യങ്ങളും അറിയാത്ത കാരണമാണ് ഞാൻ ഉള്ളിലോട്ട് കയറാത്തത്. ഇവിടുന്ന് എന്താണ് എല്ലാവരും എന്തെങ്കിലും ഐതിഹ്യം? പൂജേൻ്റെ ഭാഗം എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പം നോൺ വെജ് പൂജയ്ക്ക് ഓക്കെ ആണോ? പുറത്ത് കഴിച്ചിട്ട് കയറിയാലോ നോൺ വെജ് കയറാൻ പാടില്ല. അതോ അവരവരുടെ മനസ്സിലല്ലേ. വെജ് വെക്കണ ആൾക്കാർക്ക് നോൺ വെജ് അധികം ആൾക്കാർ കയറില്ല. കടിക്കുമ്പോൾ പിന്നെ അവർക്ക് അപ്പോഴായിരിക്കും ഭക്തി കൂടുക. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. ബായ്. വീണ്ടും കാണാം നമുക്ക്.